കൂട്ടുകാരെ, നമുക്കിന്ന് മുഖത്തിടുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത സാധനങ്ങൾ കാണിച്ചു തരാം. നല്ലൊരു പപ്പായ, പഴുത്ത പപ്പായ, നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി, നല്ല വീട്ടിൽ ഉറവിച്ചുണ്ടാക്കിയ കട്ട തൈര്, ബദാം ഓയില്, ഒലിവ് ഓയിലായാലും കുഴപ്പമില്ല, വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പപ്പായ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉടയ്ക്കണ ഈ സാധനം കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. പപ്പായ നല്ല ക്രീം പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് പഴുത്ത തക്കാളിയുടെ നീരൊഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആ പൾപ്പ് ശരിക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. തക്കാളിയുടെ സത്ത മുഴുവൻ അതിലേക്ക് വന്നു. അതിനെ വീണ്ടും ഒഴിഞ്ഞു. ചെറുനാരങ്ങ എടുത്ത് വെച്ചിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നു പോയാൽ നീങ്ങിയിരുന്നോണ്ടേ. ചെറുനാരങ്ങ 2-3 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയും മഞ്ഞൾപ്പൊടി. ഇത് നല്ല ഒരു ഔഷധക്കൂട്ടാണ് മഞ്ഞൾപ്പൊടി. പിന്നെ ബദാം ഓയിൽ 2-3 തുള്ളി അത് ഒഴിച്ചു കൊടുക്കുവാണ്. കട്ടത്തൈര് അത് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വെള്ളരിക്കയുടെ നീര് കൂടെ ചേർത്താൽ നല്ല. വെള്ളരിക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി ഈ കൂട്ട് എല്ലാവരും ഒന്ന് മുഖത്തിട്ട് നോക്കണം. ഒരാഴ്ച ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫലം സൂക്ഷ്മമായിട്ട് അറിയാം. ഇത് നന്നായി മുഖം വാഷ് ചെയ്ത ശേഷം ഇത് മുഖത്തിട്ട് കൊടുക്കണം. എന്നിട്ട് 15-20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. വലിയാൻ നിൽക്കരുത്. മുഖത്ത് വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ വലിയില്ലേ, അത്രയും വലിയരുത്. ഒന്ന് നമുക്ക് ഇടുന്നവർക്ക് അറിയാമല്ലോ ഇത്. ആ സമയമാകുമ്പോൾ ഇത് കഴുകിക്കളയണം. നല്ല തണുത്ത ഫ്രിഡ്ജിലുള്ള തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. തണുത്ത വെള്ളം ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ മുറുകാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. ഞാനൊരു ബൗളിലേക്ക് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്. തൈര് നമ്മുടെ മുഖത്തിന്റെ കരുവാളിപ്പ് മാറ്റും. തക്കാളി അതുപോലെ തന്നെ കരുവാളിപ്പ് മാറ്റും. അതുപോലെ നാരങ്ങ നീര് മുഖം തിളങ്ങാൻ സഹായിക്കുക. വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പ് മാറാനും തൈരും വെള്ളരിക്കും മുഖം നന്നായിട്ട് ചുമന്ന് രക്തപ്രസാദം മുന്നിട്ട് നിൽക്കാൻ സഹായിക്കും. നിങ്ങൾ ഒരാഴ്ച ചെയ്തു നോക്കുക. എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യണേ. എല്ലാം ഇത് നാച്ചുറലാണ്. യാതൊന്നും ഇതില് കെമിക്കലൊന്നും ചേർന്നിട്ടില്ല. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും റിസൾട്ടും പറയണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.